വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ പ്രാർത്ഥന. ഇവിടെ നമുക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷേ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുകയും തിരിച്ചു കിട്ടിയതൊന്നും പിന്നെ ഒരിക്കലും നഷ്ടപ്പെടാത്തതുമായൊരു ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണത്. അല്ലാഹ് എന്നുള്ളൊരു അനുഭവം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നൊരു ശാന്തിയാണത്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും. അല്ലാഹ് എന്നുള്ളൊരു പേര് കേട്ടാൽ ഖൽബ് പടയുന്ന ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം ആലോചിച്ച് നോക്കും നമ്മൾ. എന്താണ് ആ അനുഭവം? അല്ലാഹ് എന്ന് പറഞ്ഞു കേട്ടാൽ അവരുടെ ഖൽബ് പടയുന്നു. എൻ്റെ ഒരു ജ്യേഷ്ഠൻ 27ാമത്തെ വയസ്സിലാണ് മരിച്ചുപോയത്. ഇതിൽ പല ആളുകളുടെയും സുഹൃത്താണ്. അസ്ലം എന്നായിരുന്നു അവൻ്റെ പേര്. 2006 അവൻ മരിച്ചത്. അവൻ്റെ പേരാണ് എൻ്റെ കുഞ്ഞിനിട്ടിട്ടുള്ളത്, അസ്ലം. പക്ഷെ ആ പേര് ഞങ്ങളുടെ വീട്ടിൽ ആരും അവനെ വിളിക്കാറില്ല. കാരണം ആ പേര് ഉയർന്നു കേട്ടാൽ ഉമ്മ കരയും, ആ പേര് ഉയർന്നു കേട്ടാൽ ഉപ്പൻ്റെ കണ്ണ് നിറയും. അതുകൊണ്ട് ആരും അത് വിളിക്കില്ല. ഒരാളുടെ പേര് കേൾക്കുമ്പോഴേക്ക്, വർഷങ്ങളുടെ മുന്നിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയ ഒരാളുടെ പേര് കേൾക്കുമ്പോഴേക്ക് മനസ്സിലൊരു പെടച്ചിലുണ്ടാകുന്ന അനുഭവം ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഒക്കെ ജീവിതത്തിലുണ്ടാവും ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ ഒരു പേര് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ കണ്ണ് നിറയുകയും ഹൃദയം വിചാരങ്ങൾ കൊണ്ട് നിറയുകയും ചെയ്യുന്നൊരവസ്ഥ, അത് അല്ലാഹ് എന്നുള്ളൊരു പേര് കേൾക്കുമ്പോഴാണ്. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. വല്ലാത്തൊരു ഭാഗ്യമാണത്. അതുള്ളവർ ഇവിടെ ഉണ്ടാവാം, അവരനുഭവിക്കുന്നൊരു ശാന്തതയുണ്ട്. അവരൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം അത്രയും അല്ലാഹ് ഉള്ളിൽ നിറയുമ്പോഴേ അത് സംഭവിക്കുകയുള്ളൂ. ഒരാൾ നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അല്ലാഹ് അത്രയും മനസ്സിലാണ് നിറയുമ്പോൾ അള്ളാഹിനെ കുറിച്ച് പറയപ്പെട്ടാൽ കണ്ണണ് നിറയും. കാരണം എന്താ ആ നിറച്ചിലിൻ്റെ കാരണം? അങ്ങനെ നിറയാനുള്ള കാരണം എന്താണ്? ആ അള്ളാഹുവിൽ നിന്ന് ഞാൻ അകന്നു പോയല്ലോ എന്നുള്ള സങ്കടമാണത്, വേറൊന്നുമല്ല. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആ അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകലാണ്. പിന്നെയും ചെയ്യുമ്പോഴോ പിന്നെയും അകലും, പിന്നെയും ചെയ്യുമ്പോഴോ പിന്നെയും അകലും. നമ്മളങ്ങനെ അകലും. അള്ളാഹു അകലുന്നുണ്ടോ? അള്ളാഹ് അകലുന്നില്ല. നമ്മൾ തിരിച്ചു വരുന്നത് കാത്തിരിക്കണം. സ്നേഹസമ്പന്നനായ രക്ഷിതാവ്, കരുണാവാനായ നാഥൻ, ആ ഒരു അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഈമാൻ. ആ ഈമാനിൻ്റെ ഒരു മാധുര്യത്തിലേക്ക് നമുക്കെത്താൻ കഴിയണം. ഒന്നും ഒരു പ്രശ്നമാവില്ല. മുന്നൊരുക്കങ്ങളോടുകൂടി നമ്മൾ ജീവിക്കും. എല്ലാത്തിനും വേണ്ടി നമ്മൾ ഒരുങ്ങുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന സന്ദർഭങ്ങളോട് ഏറ്റുമുട്ടാനുള്ള ഒരു പാകപ്പെടൽ നമ്മുടെ മനസ്സിന് കൈവരും. ഇതൊന്നും ആവശ്യപ്പെടുന്നതാ ഈമാനിൻ്റെ ഒരവസ്ഥ. പരലോകം എന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. പരലോകം എന്നൊരു സംഗതി നമ്മൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. സ്വർഗം എന്നൊരു സംഗതി നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങണ്ടേ? നരകത്തിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടണം. നരകത്തെക്കുറിച്ച് പറയുന്നതിലേറെ ഖുർആൻ സ്വർഗത്തെക്കുറിച്ച് പറയുന്നതിലേറെ നരകത്തെക്കുറിച്ചാണ് പറഞ്ഞുള്ളത്. കാരണം എന്താ? കാരണം എന്താണ്? സ്വർഗം നമുക്കൊക്കെ താങ്ങാൻ കഴിയും, അല്ലേ? പക്ഷെ നരകം നമുക്ക് താങ്ങാൻ കഴിയൂല. നരകം നമുക്ക് താങ്ങാൻ കഴിയൂല എന്ന് നരകത്തെയും നമ്മളെയും പടച്ച അല്ലാഹ്ക്ക് അറിയാം. ആ നരകത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞില്ലേ? ജീവിക്കാൻ കഴിയൂല എന്നുള്ളത് നമ്മുടെ പോരായ്മയാണ്. മരിപ്പിക്കൂല എന്നുള്ളത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. ജീവിതവും മരണവുമില്ല. എന്തായിരിക്കും അവസ്ഥ? രക്ഷപ്പെടണ്ടേ? വരാനിരിക്കുന്നൊരു വലിയ പ്രതിസന്ധിയല്ലേ അത്? ആ പ്രതിസന്ധിയുടെ മുന്നിൽ എല്ലാ പ്രതിസന്ധികളും നിസ്സാരമാണ്. അവിടേക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിൻ്റെ കാര്യത്തിൽ എത്ര ജാഗരൂകമാകുന്നുണ്ടോ നമ്മൾ, നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും. ഇത് അള്ളാഹിൻ്റെ വാഗ്ദാനമാണ്. അള്ളാഹിനെ സൂക്ഷിക്കുന്ന ഒരാൾക്ക് അള്ളാഹ് ഒരു പോംവഴി കാണിച്ചു കൊടുക്കും. മഖ്റജ്, എക്സിറ്റ്, അതാ ഒരു മഖ്റജ്. നമ്മൾ വിചാരിക്കാത്ത വിധത്തിലുള്ളൊരു വഴിയാണ് തുറന്നു കിട്ടും. ഈ സൂറത്തു ത്വലാഖിൽ 2ാമത്തെ വചനത്തിൻ്റെ അവസാന വരി, അതാണ് നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചത്. വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. അത്താഉസ് ഇബ്രാഹിം അദ്ദഹബി
എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധനായൊരു താബഈ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഹജ്ജിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾ ചോദിക്കുന്നുണ്ട്, ഉപ്പ നിങ്ങൾ പോയാൽ ഞങ്ങൾ പട്ടിണിയാവൂലേ? അപ്പോൾ ആ കുട്ടികളുടെ കൂട്ടത്തിൽ മൂത്ത ഒരു കുട്ടി പെൺകുട്ടിയാണ്. അവൾ പറഞ്ഞു, എങ്ങനെ പട്ടിണിയാവുക? ഉപ്പാനെ നമ്മളെയൊക്കെ പോറ്റുന്നത് വേറൊരാളല്ലേ, അവരൊരു വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഹജ്ജിന് പോയി, കുട്ടികൾ പട്ടിണിയായി. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ആകെ ബേജാറായി. പഠിച്ചോലെ, ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു, എൻ്റെ ഈ അനുജന്മാർ അനുജത്തികൾ പട്ടിണിയാവുമല്ലോ എന്ന് പേടിച്ചിട്ട് അള്ളാഹിനോട് കരയാണ്, അള്ളാഹു ഒരു വഴി കാണിച്ചു തരണേ. ഉപ്പ പോകുന്ന സമയത്ത് അനുജത്തിമാരെയും അനുജന്മാരെയും ഈ പെൺകുട്ടി ഓർമ്മിപ്പിച്ച വചനമാണ് ആ വചനം. വമൻ യത്തഖില്ല യജ്അൽ ലഹു മഖ്റജ. അള്ളാഹു വഴി കാണിച്ചു തരും സൂക്ഷിക്കുന്നവർക്ക്. അള്ളാഹു ഒരു വഴി കാണിച്ചു തരുന്നു മാത്രമല്ല, ജീവിത വിഭവങ്ങൾ എത്തിച്ചേരുന്ന, റിസ്ക് തരുന്ന. അതാണ് വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് എന്ന് പറഞ്ഞാൽ. ഈ പെൺകുട്ടി കണ്ണീരണിഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഒരു യാത്രാ സംഘം വന്നു. അവർ ഈ കുട്ടികളോട് വെള്ളം ചോദിച്ചു. ആ കുട്ടികൾ വെള്ളം എടുത്തു കൊടുത്തു, നല്ല രുചികരമായ വെള്ളം. ഈ വെള്ളം കുടിച്ചിട്ട് ആ യാത്രാ സംഘം ചോദിച്ചു, ഇതാരുടെ വീടാണ്? ഉപ്പയുടെ പേര് പറഞ്ഞപ്പോൾ അവർക്കറിയാം, വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ വീടാണോ ഈ ചെറിയ വീട്? എവിടെ പോയി ഉപ്പ? ഉപ്പ ഹജ്ജിന് പോയതാണ്. ഈ കുട്ടികളുടെ എല്ലാം മുഖം വാടി നിൽക്കുന്നു. സങ്കടം മനസ്സിലാക്കിയ ആ യാത്രാ സംഘത്തിലെ ഒരാൾ അയാളുടെ കീശയിൽ നിന്ന് കുറച്ച് പണം എടുത്തിട്ട് ആ മക്കൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഇങ്ങനെ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന്. അവിടെയുള്ളവരെല്ലാം അങ്ങനെ ചെയ്തു എന്ന്. ഒരു അസാധാരണത്വമില്ലാത്തൊരു കഥയാണിത്. ഒരസാധാരണത്വമല്ല, സ്വാഭാവികമായൊരു കഥയാണ്. വഴികൾ തുറന്നു തരുമല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി കാണിച്ചു തരും. ഇതിലേറെ നല്ല വഴികൾ അല്ലാഹു തുറന്നു തരും. ഇതിലേറെ വലിയ തുറസായ വഴികൾ അല്ലാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തരും. അപ്പം നമുക്ക് മനസ്സിലാവും അള്ളാന്റെ റഹ്മത്ത്. ഈ വചനത്തിന്റെ സാരം മനസ്സിലാവും. എന്ത് വേണം? കറക്കളഞ്ഞ ഈമാൻ, സ്വകാര്യവും പരസ്യവുമായ ജീവിത വഴികളെ മുഴുവനും ശുദ്ധീകരിക്കുന്ന ദൃഢമായ അതിശക്തമായ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ഈമാനിന്റെ കരുത്ത്, ദൈവബോധത്തിന്റെ ശക്തി, അല്ലാഹ് എന്നൊരു വിചാരം കൊണ്ട് അനുഭവിക്കുന്ന മനഃശാന്തി, അതനുഭവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ഒരു സന്ദേശം ഇത്രയധികം ആളുകളിലേക്ക്, ഇതിലേറെ ജനസഹസ്രങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദാത്തമായൊരു പ്രവർത്തനമാണ് ഇസ്ലാഹി സെന്റർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ചെറുതായിട്ട് കാണാൻ പറ്റാത്ത വലിയ പ്രവർത്തനം. ഇസ്ലാഹി സെന്ററുകൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും അങ്ങനെയാണ്, ഒന്നും നിസ്സാരമല്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന, ഇവിടെ എത്തിയതിനു ശേഷം പ്രസ്ഥാനത്തെക്കുറിച്ചും ആദർശങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയ ഒരാളാണ്. അദ്ദേഹം പറയാ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇതുപോലെ ഒരു യാഥാസ്ഥിതിക കുടുംബമാണ്. ഭാര്യയെ കൊണ്ടുവന്നു ജുബൈലിലേക്ക്. 2 മാസമാണ് ആ ഭാര്യ ഇവിടെ ജീവിച്ചത്. 4 ക്ലാസ്സുകളിലാണ് അവർ പങ്കെടുത്തത്, 4 ഖുർആൻ ക്ലാസ്സുകളിൽ. അപ്പോഴേക്ക് അവർക്ക് മഞ്ഞപ്പിത്തം പോലെ അസുഖം വന്ന് നാട്ടിലേക്ക് തിരിച്ചുപോയി. അത് പിന്നെ ക്യാൻസറാണ് എന്ന് തിരിച്ചറിഞ്ഞു, അവർ മരിച്ചുപോവുകയും ചെയ്തു. അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പറയുന്നത് എന്തിനാണെന്നറിയാം? അദ്ദേഹം പറയണേ, അസുഖം പിടിച്ച് കിടക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് കുറച്ച് കുടുംബത്തിലുള്ള ആളുകൾ വന്നിട്ടൊരു വെള്ളം കൊടുത്തു എന്ന്. തിരുകേശം മുക്കിയ വെള്ളം. ഇത് റസൂലിന്റെ മുടി മുക്കിയ വെള്ളമാണ് മോളെ, ഇത് കൊടുക്ക്, എൻ്റെ അസുഖം ഭേദപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത്രേ, ഈ വെള്ളം കുടിച്ചിട്ട് എൻ്റെ അസുഖം മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ യാഥാസ്ഥിതികമായൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് വെറും 4 ക്ലാസുകൾ കൊണ്ട് ആദർശത്തിന്റെ ഔന്നത്യം പ്രഖ്യാപിച്ച ഒരു പെൺകുട്ടിയുടെ ചരിത്രമാണിത്. ഒരു പ്രവർത്തനവും നിസ്സാരമല്ല. വെളിച്ചമാണിത്. വെളിച്ചമാണ് സത്യം. ഇരുട്ട് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. വെളിച്ചമില്ലാതാകുമ്പോൾ ഇരുട്ട് എന്ന് നമ്മൾ പറയാണ്. ഇരുട്ടില്ല, വെളിച്ചമേ ഉള്ളൂ. വെളിച്ചം വരുന്നതോടുകൂടി ഇരുട്ടില്ലാതാകുന്നു. ഈ വെളിച്ചമാണ് നമ്മൾ പ്രസരിപ്പിക്കുന്നത്. ഈ വചനങ്ങൾ കേൾക്കുന്ന ഓരോ സഹോദരനും സഹോദരിയും അറിയട്ടെ, നമ്മുടെ ഉത്തരവാദിത്തമാണിത്, ചുമലിലുള്ള ഉത്തരവാദിത്തം. അള്ളാഹുവിൻ്റെ ഈ വെളിച്ചം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത്, നമ്മുടെ മക്കളെ പോറ്റുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? അങ്ങനെയെങ്കിൽ അതുപോലെയുള്ള ഉത്തരവാദിത്തമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ദഅവത്ത്. ഈ ജിദ്ദയിൽ, ദമാമിൽ, ജുബൈലിൽ, റിയാദിൽ കുറച്ചു കാലം നമ്മൾ ജീവിക്കണം എന്നത് നമ്മുടെ തീരുമാനമല്ല, അള്ളാഹിൻ്റെ തീരുമാനമാണ്. എന്താണ് ആ തീരുമാനത്തിൻ്റെ കാരണം? നമ്മുടെ മഈശത്ത് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല,
നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അള്ളാഹ്ക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അള്ളാഹ്ക്ക് ചില മോഹങ്ങളുണ്ട്. നമ്മൾ ഒരു 10 കൊല്ലം 20 കൊല്ലം ഇവിടെ കഴിയണമെന്നുള്ള അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. അത് നമ്മുടെ റിസ്ക് തേടുക എന്നുള്ളത് മാത്രമാകുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലായിട്ടില്ല എന്നാണ്. ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിലൊന്നാണ് ദഅവത്ത്. ഇവിടെ കിട്ടുന്നൊരവസരം ഉണ്ടല്ലോ, നാട്ടിലത് കിട്ടൂല. നമ്മുടെ നാടിനടുത്ത് ഗൾഫിൽ ഒരുപാട് കാലം ജീവിച്ചിട്ട് വലിയ രോഗബാധിതനായിട്ട് വന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയൊക്കെ ചെന്നപ്പോൾ അദ്ദേഹം കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞതാ. അദ്ദേഹം പറഞ്ഞു, കുറേ കാലം അവിടെ ജീവിച്ചു, ഇവിടെ ഉള്ളതിനേക്കാൾ അവസരങ്ങളുണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞാൻ എൻ്റെ കുട്ടികൾ, എൻ്റെ കുടുംബം, എൻ്റെ വാഹനം, എൻ്റെ വീട്, എൻ്റെ മതിൽ, എൻ്റെ ജോലി, ഇതല്ലാതൊരു ചിന്ത എൻ്റെ മനസ്സിലില്ലായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി വേറെയും ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യേണ്ടിയിരുന്നു എന്ന്. പക്ഷെ അപ്പോഴേക്ക് എൻ്റെ സമയം കഴിഞ്ഞു പോയി. അള്ളാഹു അങ്ങനെ പറയുന്നവരിൽ ഉൾപ്പെടാത്തവരാക്കി നമുക്ക് ബർക്കത്തുള്ളൊരു ജീവിതവും ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മനസ്സും ബാധ്യതകളുടെ വിസ്തൃതിയെക്കുറിച്ചുള്ള ആലോചനയും കരുത്തുള്ള ഒരു ഹൃദയവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെയ്തു പോയിട്ടുള്ള പാപങ്ങളിൽ നിന്ന്, പാളിച്ചകളിൽ നിന്ന് ദയാലുവായ രക്ഷിതാവെ ഞങ്ങളെ നീ കരകയറ്റിയിടണമേ. ജീവിതത്തിൽ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, മഹാരോഗങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, കടുത്ത പ്രയാസങ്ങളിൽ നിന്ന്, അഭിമുഖീകരിക്കുന്ന തീക്ഷ്ണമായ വെല്ലുവിളികളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണമേ നാഥ. അതൊന്നുമില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ പ്രദാനം ചെയ്യണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിക മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.